أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروه وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون إن الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1656 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41 അധ്യായമായ സൂറത്തുൽ ഫുസ്സിലത്തിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروه وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون إن الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 1 മുതൽ 5 വരെയുള്ള ആയത്തുകളിലായിട്ട് അല്ലാഹു പരാമർശിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ മക്കയിലെ നിഷേധികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന നിർവഹണത്തിനോട് സ്വീകരിച്ച നിലപാടുകൾ അല്ലാഹു അവരുടെ വാക്കുകളിൽ തന്നെ വിവരിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഖുലൂബുന ഫി അകിന്നത്തിൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരു ആവരണത്തിനകത്താണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിന് അതിലേക്ക് യാതൊന്നും കയറുകയില്ലാത്ത വിധത്തിലുള്ള ഒരു ആവരണം അല്ലെങ്കിൽ ഒരു മൂടിയൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഏതിലേക്കാണോ ഞങ്ങളെ വിളിക്കുന്നത് അതൊന്നും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറുകയില്ല എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന് വഫി ആദാനിന വഖ്റുൻ, ഞങ്ങളുടെ കാതുകൾക്ക് ബധിരത ബാധിച്ചിട്ടുണ്ട്, അതിനൊരു അടപ്പുണ്ട്, ഒന്നും കാതുകളിലേക്ക് കയറുകയില്ല, കേൾക്കാൻ കഴിയുകയില്ല. മൂന്നാമത് അവർ പറഞ്ഞൊരു കാര്യം വമിൻ ബൈനിന വ ബൈനിക ഹിജാബുൻ, ഞങ്ങൾക്കും താങ്കൾക്കും ഇടയിൽ ഒരു മതിൽക്കെട്ടുണ്ട്, ഒരു തടസ്സമുണ്ട്, ഒരു മറയോ സ്ക്രീനോ ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കിടയിൽ നമ്മളിരുവർക്കും ഇടയിലായിട്ട് ഒരു ആശയവിനിമയം സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. 3 കാര്യങ്ങളാണ് ഇവര് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്നില്ല, അത് വേണ്ട വിധത്തിൽ റെസിപ്രക്കേറ്റ് ചെയ്യുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതിനായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ഹൃദയത്തിനൊരു ആവരണമുണ്ട്. രണ്ടാമത്തത്, കാതുകൾക്ക് ബധിരതയുണ്ട്. മൂന്നാമത്തത്, അവരിരുവർക്കും ഇടയിലായിട്ടൊരു മതിൽക്കെട്ടോ
അല്ലെങ്കിൽ ഒരു ബാരിയറോ ഒക്കെയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് അവര് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർക്കോ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തില് ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ സാധ്യമല്ല എന്നൊക്കെയുള്ള നിലക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് ആ വിധത്തിലുള്ള ഒരു ആവരണമോ അവരുടെ കാതുകൾക്ക് ബധിരതയോ അല്ലെങ്കിൽ അവരിരുവർക്കും ഇടയിൽ ഒരു മതിൽക്കെട്ടോ തടസ്സമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അവര് മാനസികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത ഇല്ലായ്ക കാരണമായിട്ട് അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണ്. ആ സന്നദ്ധത ഇല്ലായ്ക, അത് ഉൾക്കൊള്ളാനുള്ള മാനസികമായ സന്നദ്ധതയോ തയ്യാറെടുപ്പോ ഇല്ലാത്ത ഒരു കാര്യം മാത്രമാണ് അവിടെ കാര്യങ്ങൾ വേണ്ട വിധത്തില് ഉൾക്കൊള്ളുന്നതിന് തടസ്സമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട്, ഇങ്ങനെ പറഞ്ഞ ആളുകളോട് പ്രതികരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് 6 മുതൽ 8 വരെയുള്ള ആയത്തുകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നത്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആവരണം തകർക്കാനോ നിങ്ങളുടെ കാതുകളുടെ ബധിരത ഇല്ലാതാക്കാനോ നിങ്ങളും ഞാനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിങ്ങൾ കാണുന്ന ആ മതിൽക്കെട്ട് പൊളിച്ചിടാനോ ഒന്നും എനിക്ക് സാധിക്കുകയില്ല. അതൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. ഞാൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്. എനിക്ക് വെളിപാട് കിട്ടിയത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അത് ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത നിങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്പം തെളിച്ച് പറയാൻ വേണ്ടി അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. നമുക്ക് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആ ആയത്തുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഖുൽ, നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുകയാണ്, പ്രവാചകരെ താങ്കൾ അവരോടായിട്ട് ഇങ്ങനെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഇങ്ങനെയാണ് പറയാൻ വേണ്ടി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹ ഇലയ്യ, എനിക്ക് വെളിപാട് ലഭിക്കുന്നു, എനിക്ക് വെളിപാടായിട്ട് അറിയിക്കപ്പെടുന്നു. എന്താണത്? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിശ്ചയമായിട്ടും നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യൻ മാത്രമാണ്, ഏകനായ ഇലാഹ് മാത്രമാണ് നിങ്ങളുടെ ഇലാഹ് എന്ന കാര്യം എനിക്ക് വെളിപാടായിട്ട് അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാര്യം മാറ്റി നിർത്തിയാൽ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറഞ്ഞ തടസ്സങ്ങൾ ഇല്ലാതാക്കുക എന്നതൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ എന്നെ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ ഒരു മലക്കോ ജിന്നോ അല്ലെങ്കിൽ അങ്ങനെ വല്ല വ്യത്യസ്തതയുമുള്ള അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയോ ഒന്നുമല്ല. നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. എന്നെ വ്യതിരിക്തനാക്കുന്നത് എനിക്ക് ഈ വെളിപാട് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ആ വെളിപാടിന്റെ ആകത്തുക ഇതാണ്, അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യനായ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാണ് എന്ന കാര്യമാണ് എനിക്ക് വെളിപാടായിട്ട് അറിയിക്കപ്പെട്ടിരിക്കുന്നത്. ഫസ്തഖീമു ഇലൈഹി, അതിനാൽ നിങ്ങളൊക്കെയും തന്നെ അവന്റെ നേരെ ചൊവ്വായ നിലപാടിൽ നിലകൊള്ളുക. ഫസ്തഖീമു ഇലൈഹി, നിങ്ങൾ അവനെ അഭിമുഖമായി
അവന് അഭിമുഖമായി നിലക്കൊള്ളുക. ഇസ്തിഖാമത്തോടുകൂടി അവന്റെ സരണിയിൽ നിങ്ങൾ നിലക്കൊള്ളുക. ചാഞ്ചല്യമില്ലാതെ അല്ലെങ്കിൽ തറദ്ദുദ് കാണിക്കാതെ, ആശയപരമായ വിശ്വാസപരമായ ചാഞ്ചല്യം കാണിക്കാതെ ദൃഢബോധ്യത്തോടുകൂടി ദൃഢതയോടുകൂടി നിങ്ങൾ അവന്റെ മാർഗത്തിൽ നിലക്കൊള്ളുക. ഫസ്തഖീമു ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി നിലക്കൊള്ളുക. വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക്, അള്ളാഹുവിൽ മറ്റു പലരെയും പങ്കാളികളായി കാണുന്നവർക്ക് നാശമാണുള്ളത് എന്നാണ് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ ഹൃദയം ഒരാവരണത്തിനകത്താണ്, ഞങ്ങളുടെ കാതുകളിൽ ഒരു വക്റുണ്ട്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ഹിജാബുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളോട് വെട്ടിത്തുറന്ന് പറയാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ ഈ വിധത്തിൽ ഇങ്ങനെ അവരോട് പ്രഖ്യാപിക്കുക, തുറന്നു പറയുക. പറയേണ്ട കാര്യം ഇതാണ്. ഖുൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കേൾപ്പിക്കുന്നത്, ഇന്നമ അന ബശറും മിസ്ലുക്കും, നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. യൂഹ ഇലയ്യ, എനിക്ക് വെളിപാട് ലഭിക്കുന്നു. ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്പീഷീസിൽ പെട്ട ഒരു അംഗമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അന്യഗ്രഹ ജീവിയല്ല, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള അൺസീനായ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ഒന്നല്ല. നിങ്ങളെപ്പോലെ നിങ്ങളുടെ തന്നെ വർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് മനുഷ്യൻ്റെതായ പ്രത്യേകതകളും കഴിവുകളും ഒക്കെയാണ് ഉണ്ടാവുക. നിങ്ങളിവിടെ സൂചിപ്പിച്ച വിധത്തിലുള്ള ആ തടസ്സങ്ങളെ നീക്കി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതങ്ങ് വെച്ച് പിടിപ്പിക്കുക, അതവിടെ സ്ഥിരപ്പെടുത്തുക, ഇതൊന്നും ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയോ കഴിവോ ഒന്നും എനിക്കില്ല. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. ആശയ സംവേദനം നടക്കും. നമ്മൾ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും എൻ്റെ കയ്യിലുള്ള ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയൊക്കെ ചെയ്യും. നിങ്ങൾക്കത് കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യാം. ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുകയാണ്. അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിശ്ചയമായിട്ടും നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. അവന്റെ ആ അള്ളാഹുവിന്റെ ദിവ്യത്വം എന്ന ആ ഔന്നത്യത്തിൽ, ആ സ്റ്റേറ്റസിൽ മറ്റൊരാൾക്കും പങ്കില്ല. അത് വേറെ ആരെങ്കിലും അവനുമായി പങ്കിട്ടെടുത്തിട്ടില്ല. അവൻ ഏകനാണ്, ഏകനായ ഇലാഹാണ് നിങ്ങളുടെ ഇലാഹ്. ഫസ്തഖീമു ഇലൈഹി, അതിനാൽ നിങ്ങൾ അവന്റെ മാർഗത്തിൽ, അവന്റെ നേരെ ഉറച്ചു നിലക്കൊള്ളുക. ഇതാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ സരണിയിൽ, അവനിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ നേരെയാക്കുക. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂഹു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേരത്തെയും ഇപ്പോഴും ഒക്കെ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടാവും. ആ സംഗതികളിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുക, മഗ്ഫിറത്ത് തേടുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അവനോട് മഗ്ഫിറത്ത് തേടുക എന്നാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിക്കുന്ന അതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏകനായ ഇലാഹിനെ തിരിച്ചറിയുക എന്നതാണ്. രണ്ടാമത്തത്, അവന്റെ മാർഗത്തിൽ നിങ്ങൾ ദൃഢതയോടുകൂടി നിലക്കൊള്ളുക എന്നതാണ്, ഇസ്തിഖാമത്താണ്. മൂന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് ഇസ്തിഗ്ഫാർ തേടുക എന്നതാണ്, മഗ്ഫിറത്ത് തേടുക, അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഈ ദൈവിക സന്ദേശം നിങ്ങളിലേക്ക് പകർന്നു നൽകപ്പെടുന്നതിന്റെ മുമ്പായി അജ്ഞതയിലായിരുന്ന കാലത്ത് നിങ്ങൾ
അള്ളാഹുവിനോടൊപ്പം മറ്റു പലരെയും ശരീക്കുകളായിട്ട് കൊണ്ട് നടന്നിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ഏകത്വത്തെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാത്ത പ്രവർത്തനങ്ങൾ പലതും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകും, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ടാകും. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് തേടുക. വൈലുൽ ലിൽ മുശ്രിക്കീൻ, അതോടൊപ്പം മനസ്സിലാക്കുകയും ചെയ്യുക, മുശ്രിക്കുകളാണ് അള്ളാഹുവിന്റെ വൈല് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ, നാശം ഏറ്റുവാങ്ങാനിരിക്കുന്നത്. അപ്പോ ഒരിക്കലും തന്നെ മുശ്രിക്കുകൾ വിജയം കണ്ടെത്തുകയില്ല. അതിനാൽ നിങ്ങൾ ശിർക്കിന്റെ വഴി വിട്ടുകൊണ്ട്, ശിർക്കിന്റെ വഴി കൈവെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ നിലകൊള്ളുകയും അതില് നിങ്ങളെ തന്നെ ദൃഢപ്പെടുത്തുകയും ആ മാർഗത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ള വീഴ്ചകളുടെ കാര്യത്തില് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുകയും ചെയ്യുക. അതോടൊപ്പം മനസ്സിലാക്കി വെക്കുക, മുശ്രിക്കുകൾക്ക് നാശമാണുള്ളത്, അവർക്ക് വൈലാണ്, ദൈവിക ശിക്ഷയുടെ നടപടികളാണ് അവര് ഏറ്റുവാങ്ങാനിരിക്കുന്നത്. വൈലുൽ ലിൽ മുശ്രിക്കീൻ. എന്നിട്ട് ഈ മുശ്രിക്കുകളെ പ്രകടമായ വിധത്തിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന ഒരു കാര്യം വ്യക്തമാക്കി തരികയാണ്. അല്ലദീന ലാ യുതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. പ്രത്യക്ഷത്തിൽ തന്നെ ഈ മുശ്രിക്കുകളുടെ ജീവിത രീതികളിൽ നിന്ന് അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ആരാണ് ഈ മുശ്രിക്കുകൾ? അല്ലദീന ലാ യുതൂന സകാത്ത, സകാത്ത് നൽകാൻ കൂട്ടാക്കാത്തവരാണ്. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, പാരത്രിക ജീവിതത്തില് നിഷേധം കാണിക്കുന്ന ആളുകളാണ് അവർ. പാരത്രിക ജീവിതം എന്ന കാര്യത്തില് വിശ്വാസമില്ലാത്ത, അതിനെ നിഷേധിക്കുന്ന ആളുകളാണ്. രണ്ട് സംഗതികളാണ് ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, സക്കാത്ത് നൽകാൻ കൂട്ടാക്കാത്തവര്. രണ്ടാമത്തത്, മരണാനന്തര ജീവിതത്തെ അവിശ്വസിക്കുന്ന ആളുകൾ. ഇത് രണ്ടും പരസ്പരം ബന്ധമുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഷിർക്കിന്റെ ഒരു അടിത്തറ തന്നെ ഈ പറയുന്ന മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്തതും അതുപോലെ സക്കാത്ത് നിർവഹിക്കാൻ സന്നദ്ധരല്ലാത്തതും ആണ്. ഇവിടെ അല്ലദീന ലാ യുതൂന സക്കാത്ത എന്ന ഈ പ്രയോഗം, സക്കാത്ത് നൽകാത്തവർ എന്ന ഈ വിവരണം, ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. സക്കാത്ത് ദൈവിക നിർദ്ദേശപ്രകാരം നടപ്പാക്കപ്പെടുന്നതിന്റെ മുമ്പാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നതൊക്കെ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇവിടെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്നത് സ്വാഭാവികമായ ഒരു കൗതുകത്തിൽ നമ്മൾ ആരായാൻ ഇടയുണ്ട്. ആദ്യ തലമുറ വിശ്വാസികൾക്കിടയിൽ തന്നെ ഇത് ഒരു ചർച്ചയും വിഷയവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആദ്യകാല ഖുർആൻ പണ്ഡിതന്മാർ, ഖുർആനിൽ വലിയ ആഴം കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ആദ്യ തലമുറയിലെ ആളുകൾ, അവര് പലരും ഈ ലാ യുതൂന സക്കാത്ത, അല്ലദീന ലാ യുതൂന സക്കാത്ത എന്നതിനെ മനസ്സിലാക്കിയിരുന്നത് അവര് ആത്മശുദ്ധീകരണം നേടിയിട്ടില്ലാത്തവരാണ് എന്ന അർത്ഥത്തിലാണ്. സക്കാത്തിന് ശുദ്ധീകരണം എന്ന അടിസ്ഥാന അർത്ഥമാണ് ഉള്ളത്. സമ്പത്തിന്റെ ശുദ്ധീകരണം എന്നുള്ള നിലക്കാണ് അതിനെ സാങ്കേതികമായിട്ട് നമ്മൾ സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. സക്കാത്ത് എന്ന വാക്ക് സക്ക എന്ന ശുദ്ധി കൈവരിച്ചു എന്ന വാക്ക്, ഇതാണല്ലോ ഫിറൗന്റെ അടുക്കലേക്ക് മൂസ അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചയക്കുമ്പോ അവൻ ശുദ്ധി കൈവരിക്കാൻ സന്നദ്ധനായെങ്കിലോ എന്ന ഒരു സൂചന അള്ളാഹു നടത്തുന്നത്. ഫിറൗന്റെ അടുക്കിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറയണം, ലഅല്ലഹു യസ്സക്ക, അയാള് ശുദ്ധി കൈവരിക്കുന്നവനായെങ്കിലോ എന്ന ഒരു പ്രയോഗം. അപ്പൊ ഇവിടെ അള്ളാഹുവിന് വിധേയപ്പെടുക എന്നത് തന്നെയാണ്, അവന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നതാണ്
ഈ ശുദ്ധി കൈവരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരാളുടെയും മനസ്സിനെയും അയാളുടെ പ്രവർത്തനങ്ങളെയും ആഴത്തിൽ മലിനപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ശിർക്ക്. അത് മറ്റുള്ളവരെ ദിവ്യത്വമുള്ളവരായി കാണുന്നത് പോലെ തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുക വഴി സ്വയം ആ പദവിയിൽ കയറിയിരിക്കാനുള്ള ശ്രമം പലരും നടത്തുന്നത് കാണാം. പ്രവർത്തനങ്ങളിൽ അത് ആവർത്തിച്ച് നിഴലിക്കുകയും പ്രകടമാവുകയൊക്കെ ചെയ്യും. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് അള്ളാഹു അംഗീകരിക്കുന്നതും പ്രതിഫലാർഹമായിട്ട് മനസ്സിലാക്കുന്നത്. അതിന് പകരം വേറെ പലരെയും തൃപ്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ, അതുപോലെ താൻ വലിയവനാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യമെങ്കിൽ, അവിടെ യഥാർത്ഥത്തില് ആ തസ്കിയത്ത് നടക്കുന്നില്ല. ഈ ശുദ്ധീകരണ പ്രക്രിയ വിഫലമാവുകയാണ്. അത് ഫലവത്തായ വിധത്തിൽ നടക്കുന്നില്ല എന്നതാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിച്ചുകൊണ്ട്, ഏകനായ ഇലാഹായിട്ട് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവന് വിധേയപ്പെട്ടുകൊണ്ട്, കീഴ്പ്പെടൽ അവന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാള് നിലകൊള്ളുമ്പോൾ മാത്രമാണ് അയാളുടെ കർമ്മങ്ങൾ നല്ലതാക്കി മാറ്റുക. അപ്പൊ കർമ്മങ്ങൾ ശുദ്ധിയുള്ള കർമ്മങ്ങളായി മാറണമെങ്കിൽ അടിസ്ഥാനപരമായി ഒരാള് ശിർക്കിൽ നിന്ന് മുക്തനാവണം. ശിർക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഇവിടെ അള്ളാഹു ആവശ്യപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, അള്ളാഹു പറയുന്നതായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വെളിപാട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം, അള്ളാഹുവിനെ ഏകനായ ഇലാഹായി അംഗീകരിച്ചുകൊണ്ട് ആ സരണിയിൽ നിലയുറപ്പിക്കുക എന്നതാണ് ഒന്നാമത്തത്. ഫസ്തഖീമു ഇലൈഹി എന്നതാണല്ലോ ഇവിടെ പറയുന്ന കാര്യം. അപ്പോ വസ്തഗ്ഫിറൂഹു, അവനോട് മഗ്ഫിറത്ത് തേടുകയും ചെയ്യണം എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ വീഴ്ചകളും പോരായ്മകളും ഒക്കെ നേരത്തെയും ഇപ്പോഴും ഒക്കെ സംഭവിക്കുന്നുണ്ടാവും. ഇക്കാര്യത്തിൽ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടിക്കൊണ്ട് ശിർക്ക് കാരണമായി ഉണ്ടാകുന്ന ശാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടാനാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ വൈലുല്ലിൽ മുശ്രിക്കീൻ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ശിർക്ക് കലർന്ന പ്രവർത്തനം എന്തുമാത്രം അസ്വീകാര്യമാണ് എന്ന കാര്യം കൂടി അള്ളാഹുവിടെ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ മുശ്രിക്കുകളുടെ പ്രത്യേകതയായിട്ട് അള്ളാഹു ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, അവര് സക്കാത്ത് നൽകാത്തവരാണ് എന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇവിടെ സക്കാത്ത് നൽകുക എന്നത് ആ പദപ്രയോഗം കൊണ്ട് പിൽക്കാലത്ത് സക്കാത്ത് നടപ്പിലാക്കപ്പെട്ടതിന് ശേഷം സക്കാത്ത് സംബന്ധമായിട്ട് നൽകുന്ന നിർദ്ദേശങ്ങളുടെ പോലെ തന്നെയാണ് ഉള്ളത് എങ്കിലും, ഈ സൂറത്തിന്റെ അവതരണം മക്കയിലായിരുന്നത് കൊണ്ടും ആ ഘട്ടത്തിൽ സക്കാത്ത് നിർവഹണം കൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നതിനാലും ഈ നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം ആത്മശുദ്ധീകരണത്തിൻ്റെതാണ് എന്ന് പ്രമുഖരായ ആദ്യ തലമുറയിലെ പല പ്രഗത്ഭരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ വേറെ പ്രാധാന്യമുള്ള പണ്ഡിതന്മാര് പലരും, സമകാലികരും പിൽക്കാലത്തുള്ളവരും ഒക്കെ തന്നെ ഇതിനെ വേറെ പലയിടങ്ങളിലും സൂചിപ്പിച്ച വിധത്തിലുള്ള സക്കാത്ത് നൽകുക എന്ന കാര്യം തന്നെയാണ്, സമ്പത്തിലുള്ള ബാധ്യത നിർവഹിക്കുക എന്ന കാര്യം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് എന്നത് വേറെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ടായാലും അത് അവതരണ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ്. ഖുർആന്റെ അവതരണം പൂർത്തിയായ ഒരു ഘട്ടത്തിൽ അതിനുശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് സക്കാത്ത് നൽകുക എന്ന കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഖുർആന്റെ അവതരണം പൂർത്തിയായതാണ്, സക്കാത്ത് നിർദ്ദേശിക്കപ്പെട്ടതാണ്, അതിന്റെ വിവിധ രൂപങ്ങൾ പഠിപ്പിക്കപ്പെട്ടതൊക്കെയാണ്. അതുകൊണ്ട്
ഈ മുശ്രിക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് രണ്ട് നിലക്ക് അള്ളാഹുവിന് വിധേയത്വം നൽകാൻ കൂട്ടാക്കാത്തവരാണ്. ഒന്ന്, അവര് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള സമ്പത്തില് ദൈവികമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ബാധ്യതകൾ നിർവഹിക്കാത്തവരാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആത്മശുദ്ധീകരണം നേടാത്ത ആളുകളാണ്. അതേപോലെ വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നവരുമാണ് അവർ. ഒന്നാമത്തെ കാര്യം, അവര് സക്കാത്ത് നിർവഹിക്കാതെ കണ്ട് ജനങ്ങളോടാണ് അവരുടെ അവകാശം നിഷേധിക്കുന്നത്. ജനങ്ങൾക്കുള്ള അയാളുടെ സമ്പത്തിലുള്ള അവകാശമാണ് അയാള് നിഷേധിക്കുന്നത്. ആ തലത്തിൽ അയാള് തീർച്ചയായിട്ടും അക്രമിയാണ്. രണ്ടാമത്തെ കാര്യം, പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസം ഇല്ലാത്തവരായിക്കൊണ്ട് അവര് അവരുടെ കർമ്മങ്ങളെ തന്നെ മലിനമാക്കുകയാണ്. അതുവഴി അള്ളാഹുവിനോടും അവര് അതിക്രമം ചെയ്തവരായിട്ട് മാറുകയാണ്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, നിശ്ചയമായിട്ടും വിശ്വാസം ഉൾക്കൊള്ളുകയും അതുപോലെ സൽക്കർമ്മികളായി മാറുകയും ചെയ്ത ആളുകൾ, ലഹും അജ്റുൻ, അവർക്ക് നിശ്ചയമായിട്ടും നിർണിതമായ അല്ലെങ്കിൽ സുനിശ്ചിതമായ പ്രതിഫലമുണ്ട്. ഗൈറു മംനൂൻ, അറ്റുപോകാത്ത തരത്തിലുള്ള, മഖ്തൂ ആകാത്ത അല്ലെങ്കിൽ മുറിഞ്ഞു പോകാത്ത വിധത്തിലുള്ള ഒരു പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, നിശ്ചയമായിട്ടും വിശ്വസിക്കുകയും സൽക്കർമ്മികളാവുകയും ചെയ്തവർക്ക്, ലഹും അജ്റുൻ ഗൈറു മംനൂൻ, നിലച്ചു പോകാത്ത മുറിഞ്ഞു പോകാത്ത ഒരു പ്രതിഫലമാണ് അവർക്കുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ പ്രത്യേകം പറയുന്നത്. ഇവിടെ മംനൂൻ എന്ന വാക്ക് ചിലര് ചൂണ്ടിക്കാണിക്കുന്നത് മന്ന് എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. അത് ഒരു നന്മ ചെയ്യുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതിക്കാണ് മന്ന് എന്ന് പറയാം. അപ്പോ അങ്ങനെയുള്ളതല്ലാത്ത, ആവർത്തിച്ച് എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന വിധത്തിലുള്ളതല്ലാത്ത, എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ആനന്ദത്തോടുകൂടി മനസ്സിന് യാതൊരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് ചിലര് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ മംനൂൻ എന്നതിന് മഖ്തൂ, മുറിഞ്ഞു പോകുന്ന എന്ന അർത്ഥം നൽകുമ്പോൾ ഒരിക്കലും നിലയ്ക്കാത്ത, എപ്പോഴെങ്കിലും തീർന്നു പോകും എന്ന വിധത്തിലുള്ള ആശങ്ക ആവശ്യമില്ലാത്ത വിധത്തിലുള്ള പ്രതിഫലമാണ് ഈ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും എന്നിട്ട് സൽക്കർമ്മത്തിന്റെ സരണിയിൽ മുന്നേറുകയും ചെയ്യുന്ന ആളുകൾക്കായിട്ട് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് അത് നൽകുന്ന സൂചന. അപ്പോ ഇന്ന് നമ്മൾ 3 ആയത്തുകളാണ് പഠന വിധേയമാക്കിയിട്ടുള്ളത്. സൂറത്ത് ഫുസ്സിലത്തിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ. ഈ ആയത്തുകളിൽ മുഖ്യമായിട്ട് പറയുന്ന കാര്യം, മക്കയിലെ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് അതിനോട് സൃഷ്ടിപരമായി ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുന്നതിനുള്ള കാരണമായി കാണിച്ച 3 വിഷയങ്ങൾ. ഒന്ന്, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു ആവരണമുണ്ട്, ഒരു ആവരണത്തിനകത്താണ് അവരുടെ ഹൃദയങ്ങൾ, അതിലേക്കൊന്നും കയറില്ല. അവരുടെ കാതുകൾക്ക് ബധിരതയുണ്ട്, അവർക്കൊന്നും കേൾക്കാൻ പറ്റുകയില്ല. അതുപോലെ അവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിലായിട്ട് ഒരു വലിയ തടസ്സം വന്ന് ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് അവർക്കൊന്നും പരസ്പരം കേൾപ്പിക്കാൻ കഴിയുകയില്ല എന്നൊക്കെയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ ബാരിയേഴ്സ് ഒക്കെ ഇല്ലാതാക്കാൻ അത്തരം നടപടികളിലേക്കൊന്നും പോകുന്ന, അങ്ങനെയുള്ള എന്തെങ്കിലും മാന്ത്രിക വിദ്യ പ്രയോഗിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. എനിക്ക് വഹി ലഭിച്ച കാര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഏകനായ ഒരേ ഒരു ഇലാഹു മാത്രമാണുള്ളത്, വേറെ ഇലാഹൊന്നുമില്ല. അതുകൊണ്ട് അവന്റെ മാർഗത്തിൽ നിങ്ങൾ ദൃഢതയോടുകൂടി നിലകൊള്ളുക. അതിൽ ചാഞ്ചല്യം കാണിക്കാതെ, വ്യതിചലനത്തിന് സന്നദ്ധരാവാതെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ വന്നു പോകുന്ന വീഴ്ചകളുടെ കാര്യത്തിൽ അള്ളാഹുവിനോട്
മഗ്ഫിറത്ത് തേടുക. അതുപോലെ മുശ്രിക്കുകൾക്കാണ് നാശമുള്ളത് എന്ന കാര്യം നിങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. മുശ്രിക്കുകളുടെ പ്രകടമായ പ്രത്യേകത ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് അവര് ഒന്നാമതായി സക്കാത്തിന് സന്നദ്ധരല്ലാത്തവരാണ്. അത് ആത്മശുദ്ധീകരണത്തിനും സന്നദ്ധല്ല, സമ്പത്തിന്റെ ശുദ്ധീകരണത്തിനും അവര് സന്നദ്ധല്ല. അതുപോലെ പാരത്രിക ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവരുമാണ്. എന്നാൽ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മത്തില് വ്യാപൃതരാവുകയും ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം മുറിഞ്ഞു പോകാത്ത, അറ്റുപോകാത്ത, നിലച്ചു പോകാത്ത പ്രതിഫലം ആണ് ഉള്ളത് എന്ന കാര്യം കൂടി അവരെ അറിയിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.